ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ താൽക്കാലിക കപ്പൽപാത ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാനുമായി ചർച്ചകൾ നടക്കുന്നുവെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പഴയ ഹോർമുസ് കപ്പൽപാത തുറക്കുന്നതിനെക്കുറിച്ചല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിന് പകരമായി ഒരു താൽക്കാലിക കപ്പൽപാതയെക്കുറിച്ചാണ് ചർച്ച നടത്തുന്നതെന്നാണ് ഇറാന്റെ വിശദീകരണം. അതിനിടെ ഹോർമുസിൽ യുഎഇയുടെ എണ്ണ ടാങ്കറിന് നേരെ മിസൈൽ ആക്രമണമുണ്ടായി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ അഡ്നോക്കിന്റെ എണ്ണക്കപ്പലിന് നേർക്കാണ് ഈ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ ആളപായമില്ല എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. യുദ്ധം തുടങ്ങിയതിനു ശേഷം അഡ്നോക്കിന്റെ 16 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടുവെന്നും 20ഓളം ആളുകൾക്ക് ഇതിനോടകം പരിക്ക് സംഭവിച്ചു, ഒരാൾ കൊല്ലപ്പെട്ടതായും കമ്പനി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കപ്പലാക്രമണങ്ങളെ യുഎഇയും സൗദി അറേബ്യയും ഗൾഫ് സഹകരണ കൗൺസിലും ഒക്കെ ശക്തമായി അപലപിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഇന്ധന വിതരണത്തെ തടസ്സപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ഇറാൻ ഇപ്പോൾ നടത്തിവരുന്നതെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അതേസമയം ഹോർമുസ് സംബന്ധിച്ച കരാർ യാഥാർത്ഥ്യമായാൽ ഇറാൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം നീക്കാനുള്ള ഒരു സാധ്യത ഒരുങ്ങുമെന്നും അതിന് തയ്യാറാണെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് വഴി ഇറാഖിന്റെ എണ്ണക്കപ്പലുകൾ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ടും ഇറാനും ഇറാഖും തമ്മിൽ ചർച്ചകൾ തുടരുന്നുണ്ട്. ഒരു ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതകളിലൊന്നായിട്ടുള്ള ഹോർമുസിലെ ഗതാഗതം സാധാരണ നിലയിലേക്ക് ആകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പുതിയ താൽക്കാലിക കപ്പൽപാത സംബന്ധിച്ച ചർച്ചകൾ വിജയിച്ചാൽ ആഗോള എണ്ണ വിതരണ രംഗത്തും വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.